ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഒരു വാർത്ത എന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടത്തിയ ചർച്ച. അത് സ്വാഭാവികമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലാണ്. ആ ചർച്ചയെ സംബന്ധിച്ച വിവരങ്ങൾ ഇരു രാജ്യങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. സമാധാനം പുലരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അന്ന് മോദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതാണ്. ഒപ്പം ഹോർമൂസ് കടലിടുക്ക് തുറക്കേണ്ടതിൻ്റെ ആവശ്യകതയും വ്യക്തമാക്കിയതാണ്. പക്ഷേ ആ ചർച്ചയിൽ എവിടെയെങ്കിലും ശതകോടീശ്വരനായ ഇലോൺ മസ്ക് ഭാഗമായി എന്ന തരത്തിലുള്ള സൂചനകളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോഴും ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് വൈറ്റ് ഹൗസ് പോയിട്ടില്ല, ഒപ്പം ഇന്ത്യയും പോകുന്നില്ല. എന്തായിരിക്കാം അങ്ങനെ ഒരു സാധ്യത? എന്തുകൊണ്ട് അങ്ങനെ മസ്ക് പങ്കെടുത്തുവെങ്കിൽ അക്കാര്യങ്ങൾ പുറത്തു പറയുന്നില്ല എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ശ്രീ അഭിലാഷ്, പ്രശ്ന മേഖലയ്ക്ക് തൊട്ട് പുറത്തുള്ള ഒരു രാജ്യമാണ് ഭാരതം. ഒരു ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡർ ആണെന്ന് പറയാനും ആവില്ല. ഇറാനുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല, പശ്ചിമേഷ്യയിലെ ഒരു കമ്പോണന്റ് അല്ല, ഒരു പേർഷ്യൻ ഗൾഫ് രാജ്യമല്ല. പക്ഷെ ആ മേഖലയ്ക്ക് പുറത്തുള്ള അമേരിക്കയ്ക്ക് വിശ്വസിക്കാവുന്ന, ഇസ്രായേലിന് വിശ്വസിക്കാവുന്ന, ഒരു പരിധിവരെ ഇറാനും ഗൾഫ് രാജ്യങ്ങൾക്കും ഒരുപോലെ വിശ്വസിക്കാവുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യയെ നയതന്ത്ര നീക്കങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നൊരു ചിന്ത വ്യാപകമായി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ത്രോയിങ് ഹാറ്റ് ഇൻ ടു ദ റിംഗ് എന്ന പ്രയോഗം ഉണ്ടല്ലോ, അങ്ങനെ കളത്തിലേക്ക് തൊപ്പി എറിഞ്ഞ് ആദ്യം മുന്നോട്ട് വന്നത് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെ മുഖം മിനുക്കലുകൾ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. തീവ്രവാദികളെ ഫണ്ട് ചെയ്യുന്നതായി ആരോപണമുള്ള, അത്ര നല്ല ആരോഗ്യപരമായ ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്ത ആണവരാജ്യം കൂടിയായ പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ വിഷയത്തിൽ അമേരിക്കയെയും ഇസ്രയേലിനെയും എല്ലാം ഒരുമിച്ചിരുത്തി ഇറാനുമായി സംസാരിക്കുന്നത്? എങ്ങനെ? ഇതൊരു ന്യായമായ ചോദ്യമാണ്. ഇവിടെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ശരിയല്ല, ഒരു വയാമീഡിയ എന്ന ലെവൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ മുൻപ് അമേരിക്ക ചെയ്തിരുന്ന ഒരു നയമുണ്ട്. 2000 മുതൽ ഏതാണ്ട് 2015-16 വരെ, ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഊഴം വരെ അമേരിക്ക ഫോളോ ചെയ്തിരുന്ന ഒരു നയമാണ് ബ്രാക്കറ്റിംഗ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അതായത് ഇന്ത്യയിലേക്ക് ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ സന്ദർശനം ഉണ്ടാകുമ്പോൾ അതേ സന്ദർശന വേളയിൽ ആദ്യ സ്റ്റെപ്പ് ന്യൂഡൽഹി ആണെങ്കിൽ അതേ ഭാഗത്ത് തന്നെ ഇസ്ലാമാബാദിൽ കൂടി സഞ്ചരിച്ചതിന് ശേഷം മാത്രമേ തിരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് നാട്ടിലെത്തൂ. അല്ലെങ്കിൽ തിരിച്ച് ഇസ്ലാമാബാദ് ആദ്യം സന്ദർശിക്കും, പിന്നീട് ന്യൂഡൽഹി സന്ദർശിക്കും. ഇതൊരു ബാലൻസിങ് ആക്ട് എന്ന രീതിയിലാണ് പോകുന്നത്. പക്ഷെ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷമാണ് കുറച്ചുകൂടെ ഡയറക്ട്നെസ് ഉണ്ടായത്. കാരണം ഇന്ത്യയും പാകിസ്ഥാനെയും ഡീലിങ്ക് ചെയ്തു. അവിടെ ഇന്ത്യയോട് കൂടുതൽ താല്പര്യം എന്നതുകൊണ്ടല്ല, വെവ്വേറെ കാണാൻ തുടങ്ങി. പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി പാകിസ്ഥാനെയും ഇന്ത്യയെയും ബ്രാക്കറ്റ് ചെയ്യുന്നവോ ഒരു ബാലൻസിങ് ആക്ട് എന്ന നിലയിൽ, കാരണം പാകിസ്ഥാൻ ഡിപ്ലോമാറ്റിക് ചർച്ചകൾ പങ്കാളിയാണ്. അവിടെ ഇന്ത്യക്ക് ഒരു പരിധിവരെ ആ മേഖലാ യുദ്ധത്തിൽ, മേഖലാ സമാധാന നീക്കത്തിൽ ഒരു നിർണായകമായ റോൾ എടുക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നലുണ്ടാകുമ്പോൾ, അങ്ങനെയല്ല, പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡറായ അമേരിക്ക ഇന്ത്യയുമായി നേരിട്ട് സംസാരിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഇലോൺ മസ്കിന്റെ സാന്നിധ്യം, ആ ട്രംപിന്റെ ഫോൺ കോളിൽ എങ്ങനെയാണ് ഇലോൺ മസ്ക് കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ അതിലെ കൃത്യമായ ഉത്തരങ്ങൾ നൽകാൻ ഈ ഘട്ടത്തിൽ ആർക്കും കഴിയില്ല, ഇന്ത്യക്കും കഴിയില്ല. ഒരുപക്ഷെ മധ്യപൗരസ്ത്യ പ്രദേശത്തുള്ള ഇലോൺ മസ്കിന്റെ വിപുലമായ താല്പര്യങ്ങൾ, ഇതൊരു സ്ട്രേഞ്ച് ഒരു ആക്ട് ആണ് എങ്കിൽ പോലും ഏറെ താല്പര്യങ്ങൾ ഈ ടെലികോം മേഖലയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇലോൺ മസ്കിനുണ്ട്. അപ്പൊ അവിടെ ഒരുപക്ഷെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അൾട്ടിമേറ്റ് ആയ ചില നീക്കങ്ങൾ നടത്തണം എങ്കിൽ ഇലോൺ മസ്കുമായുള്ള സഹകരണം, സ്റ്റാർലിങ്കുമായുള്ള സഹകരണം ഒക്കെ ആവശ്യമാണെന്ന് തോന്നാം. കാരണം ഇതിന്റെ ഉള്ളറയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും പുറത്തു വരുന്നില്ല, അത് അജ്ഞാതവുമാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതാ സാധാരണ നിലയിൽ ഇത്തരം ചർച്ചകളിലൊക്കെ ലോക നേതാക്കളാണ് അണിനിരക്കാറുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷേ ആ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താവുന്ന ഒരാളല്ലല്ലോ ഇലോൺ മസ്ക് എന്നതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നു, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഇതിൽ ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടവർ നമ്മളൊന്നുമല്ല എന്ന് പറയുമ്പോൾ പോലും ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അഭിലാഷ്, ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട്. there is always something called a track 2 diplomacy. track 1 diplomacy എന്ന് പറഞ്ഞാൽ ഔപചാരികമായ നയതന്ത്രജ്ഞരെ ഉപയോഗപ്പെടുത്തിയുള്ള നയതന്ത്ര നീക്കമാണ് ട്രാക്ക് 1. ട്രാക്ക് 2 എന്ന് പറയുമ്പോൾ അത് സ്പോർട്സ് പേഴ്സൺസ് ആകാം, ഇൻഡസ്ട്രി ക്യാപ്റ്റൻസ് ആകാം, ടെക്നോസെൻട്രിക് ആളുകളാകാം, സോഷ്യൽ ലൂമിനറീസ് ആകാം, സിനിമാ രംഗത്തെ പ്രമുഖരാകാം. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ വേദികളുള്ള ഏതെങ്കിലും സാമ്രാജ്യത്തിന്റെ ഭാഗം, നോൺ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി. ഇലോൺ മസ്കിനെ 100% നോൺ പൊളിറ്റിക്കൽ എന്ന് പറയാനാവുമോ എന്നറിയില്ല. ട്രംപിന്റെ സ്കീം ഓഫ് തിങ്സിൽ ഒരു സമയത്ത് ഉണ്ടായിരുന്നതും പിന്നീട് ഫോളോ ഔട്ട് ചെയ്തതും പിന്നീട് വീണ്ടും അകത്ത് കയറാൻ ശ്രമിക്കുന്നതുമായ
ഇലോൺ മസ്കിന്റെ സാന്നിധ്യം എന്ത് സൂചനകളാണ് നൽകുന്നത് എന്ന് ഒരുപക്ഷെ വാർ ഇസ് ടേക്കിംഗ് എ ടെക്നോ ടേൺ അല്ലെ? ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി നെഗോഷിയേറ്റ് ചെയ്യണം. അപ്പൊ അവിടെ സാറ്റലൈറ്റ് ലിങ്കേജസ് ഉൾപ്പെടെ പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു വയർ മീഡിയ ആവശ്യമായി വരും. ചില സമയത്തെ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആണ് ഒരു ചർച്ചയ്ക്ക് പോലും തടസ്സമായി വരുന്നത്. കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആണ്. ഇറാൻ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും പുറം ലോകത്തിന് അറിയാൻ വയ്യാത്ത രീതിയിലേക്ക് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ സംഭവിക്കുന്നത് ഒഴിവാക്കുക എന്നതൊക്കെ വിശാലമായ അർത്ഥത്തിൽ വേണമെങ്കിൽ നോക്കി കാണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം ഇലോൺ മസ്കിന്റെ സ്വാധീനം അവിടെ നമ്മൾ കാണുന്നത്. അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, ഇത് ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ സാധാരണ നിലയിൽ നമുക്കറിയാം പൊളിറ്റിക്കൽ ഡിസ്കഷൻസോ അല്ലെങ്കിൽ ആ നിലയിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ചർച്ചകൾ നടത്താറുള്ളത്. അവിടെ നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലുള്ള സാധ്യതകൾ അതിപ്പോൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നതാണ്. കേരളം പോലും ഗൾഫ് രാജ്യങ്ങളുമായൊക്കെ ചർച്ച നടത്തുമ്പോൾ ഇരു രാജ്യങ്ങൾക്കും പ്രിയപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിനും പ്രിയപ്പെട്ട വ്യവസായ പ്രമുഖരെയൊക്കെ അടക്കം അതിൽ പങ്കാളികളാക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായാണ്. ഇവിടെ ഇതാ ഇലോൺ മസ്ക് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പൂർണ്ണമായും ട്രംപിനെ പിന്തുണച്ചിരുന്നുവെങ്കിൽ പിന്നീട് അവർ തമ്മിൽ ശത്രുതയിലേക്ക് നീങ്ങിയത് നമുക്കറിയാം. ആ ശത്രുത മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പക്ഷേ ഇലോൺ മസ്ക് ഈ ചർച്ചയുടെ ഭാഗമായത്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലടക്കം ഉയരുന്ന ചോദ്യം. ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ത്രോയിങ് യുവർ ഹാറ്റ് അറ്റ് ദ റിംഗ്, അതാണ് പാകിസ്ഥാൻ ത്രോ ദിസ് ഹാറ്റ് അറ്റ് ദ റിംഗ് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്. അവിടെ നിന്ന് പാകിസ്ഥാൻ കൃത്യമായി അതിന്റെ ആ ഫ്രണ്ട് ലൈനിലേക്ക് വന്നു. വെൻ ഇറ്റ് വാസ് ടേണിംഗ് അപ് ടു ദി മീഡിയേഷൻ നെഗോഷിയേഷൻ ആ സ്റ്റേജിലേക്ക് പാകിസ്ഥാൻ കടന്നു വന്നു. പിന്നെ അതിൽ ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് ഹാറ്റ് എറിയാതെ തന്നെ ഇന്ത്യക്ക് ഹാറ്റ് എറിയാതെ തന്നെ എത്തപ്പെടാൻ പറ്റുമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ നെഗോഷിയേറ്റിംഗ് സ്റ്റേജ്. ഒരു കാര്യം അഭിലാഷ ഉറപ്പാണ്, ഈ യുദ്ധം ഏതാണ്ട് ട്രംപിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയി എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് എല്ലാ ലോക രാജ്യങ്ങളും ഇതിനോടൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം കണ്ടുകൊണ്ടിരിക്കുന്ന സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ എലോൺ മസ്കിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഇപ്പം ഭീകരമായിട്ട് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗുരുതരമായ ഞാനതിൽ അത്ര ഓപ്റ്റിമിസ്റ്റ് അല്ല. ഇത് ഒരു എലോൺ മസ്ക് വഴി ഈ പ്രശ്നം ഇപ്പൊ അങ്ങ് സോൾവ് ആക്കി കളഞ്ഞേക്കാം എന്നാണ് നമ്മൾ ലോക രാജ്യങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഐ ഡോണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.